നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിമിക്രി വേദികളിൽ നിന്നും ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്ന സലീം കുമാർ തന്റെ സവിശേഷമായ ശരീരഭാഷ കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയത്. ഹാസ്യ നടൻ എന്ന നിലവിലുള്ള മലയാള സിനിമയിൽ സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു. എന്നാൽ കേവലം ഹാസ്യത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതിഭ. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ വൃദ്ധനായ അത്തർ വിൽപ്പനക്കാരന്റെ വേഷം അദ്ദേഹത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറി. സലീം കുമാർ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞ് ആദ്യം അമൃത ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ സിനിമാക്കാരിൽ ഒരാൾ നടൻ ദിലീപായിരുന്നു. പ്രിയ സുഹൃത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരെയും പോലെ ദിലീപും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം മരണം പുൽകാനുള്ള പ്രായമൊന്നും സലീമിന് ആയിട്ടില്ല എന്ന് ചങ്ങാതിയായ ദിലീപിന് അറിയാം. മരണവാർത്ത അറിഞ്ഞപ്പോൾ ദിലീപിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രിയ സഹോദരന് പ്രണാമം എന്ന ഒറ്റവരി മാത്രമാണ് നടൻ കുറിച്ചത്. ഇത്രയും വർഷകാലത്തെ സൗഹൃദത്തിനിടയിൽ എന്നേക്കും ഓർക്കാൻ ഒരുപാട് ഓർമ്മകൾ സലീം ദിലീപിന് നൽകിയിട്ടുണ്ടാകും. ഒന്നും വാക്കുകളാക്കി മാറ്റി നീളൻ കുറിപ്പ് പങ്കുവയ്ക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നിരുന്നില്ല. അതിനാലാകാം ഒരു വരിയിൽ ആദരാഞ്ജലികൾ ഒഴുക്കിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുന്നതുവരെയും കുടുംബത്തെ ആശ്വസിപ്പിച്ചും ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിച്ചും ദിലീപ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നടനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: ദിലീപ് നല്ലൊരു മനുഷ്യനാണെന്ന് കഴിഞ്ഞ ഒരുപാട് നാളുകളായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ തന്റെ ഏറ്റവും അടുത്ത ആരെങ്കിലും മരിച്ചാൽ ദിലീപ് അവിടുത്തെ ചടങ്ങുകൾ കഴിയുന്നതുവരെ അവിടെ തന്നെ ഉണ്ടാകും. ആ കുടുംബത്തിന്റെ ഒപ്പം തന്നെ കാണും എല്ലാ കാര്യത്തിനും. ബാക്കി ആളുകൾ വന്ന് പോകുമ്പോഴും ദിലീപ് അവിടെ തന്നെ ഇരിക്കും. അവരുടെ കാലഘട്ടത്തിൽ ഉള്ളവരോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ദിലീപ് എന്ന വ്യക്തിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലായി. ഒരു വ്യക്തി എന്ന നിലയിൽ ദിലീപ് നല്ല ഒരു മനുഷ്യനാണ് എന്നായിരുന്നു കുറിപ്പ്. പോസ്റ്റ് വളരെ വേഗത്തിൽ ചർച്ചയായി. അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വന്നു. പ്രതികൂലിച്ചവർ നടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടി വെളുപ്പിക്കൽ പോസ്റ്റാണോ എന്നാണ് പരിഹസിച്ച് ചോദിച്ചത്. സ്വന്തം ഇൻഡസ്ട്രിയിലെ സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത കേസിലെ പ്രതിയൊക്കെ എത്ര പെട്ടെന്നാണ് മനുഷ്യസ്നേഹിയായത്. സ്വന്തം മകളുടെ അമ്മയോട് വർഷങ്ങളായി പക കൊണ്ട് നടക്കുന്ന നല്ല മനുഷ്യൻ, അതും അവരെ ചതിച്ചിട്ട്. സഹപ്രവർത്തകന്റെ മരണത്തിലും PR പ്രവർത്തനത്തിലുള്ള സാധ്യത കണ്ടെത്തുന്നു. കൊള്ളാം എന്നിങ്ങനെയായിരുന്നു വിമർശിച്ചവർ കുറിച്ചത്. നടൻ ശ്രീനിവാസൻ മരിച്ചപ്പോഴും ഇന്നസെന്റിന്റെ വേർപാട് സംഭവിച്ചപ്പോഴും എല്ലാ തിരക്കും മാറ്റിവെച്ച് ആദ്യം തന്നെ ഓടിയെത്തിയത് താരം ദിലീപായിരുന്നു. 90കളിൽ സിനിമയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ മൺമറഞ്ഞുപോയ ഒട്ടുമിക്ക മഹാരഥന്മാർക്കൊപ്പവും പ്രവർത്തിക്കാനും സ്ക്രീൻ ഷെയർ ചെയ്യാനും ദിലീപിന് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ പലരുടെയും കുടുംബങ്ങളെ തന്നാൽ കഴിയും വിധം സഹായിക്കാനും താരം ശ്രദ്ധിക്കാറുണ്ട്. സഹപ്രവർത്തകർ മരിക്കുമ്പോൾ പലരും സഹായം പ്രഖ്യാപിക്കുമെങ്കിലും ഇവരിൽ ചുരുക്കം പേർ മാത്രമേ യഥാർത്ഥത്തിൽ സഹായം നൽകാറുള്ളൂ. അവരിൽ ഒരാൾ ദിലീപാണ്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരാൾ ദിലീപാണ്. സഹനടീനടന്മാരുടെ വേഷങ്ങളിൽ അഭിനയിച്ച് സിനിമയിൽ നിന്നും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ പോയ പല മുതിർന്ന നടീനടന്മാരെയും ദിലീപ് ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റാറുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ദിലീപ് മുടക്കം വരാതെ ചെയ്യാറുണ്ടെന്നാണ് മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന പലരും പറഞ്ഞിട്ടുള്ളത്. സലീം കുമാറിന്റെ പ്രത്യേകത അവൻ സ്ട്രെയിറ്റ് ആണെന്നാണ്. ആരെയും സുഖിപ്പിക്കാനൊന്നും പറയില്ല, ന്യായമായ കാര്യങ്ങളെ പറയൂ. നീ എന്താടാ നിന്നെ സ്നേഹിക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അവൻ കുറച്ചുകൂടി അവനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പ്രിയ സുഹൃത്തിനെ ഇത്ര വേഗം നഷ്ടമാകുമായിരുന്നില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. എല്ലാം ബോണസാണ് ഈ ജീവിതവും എന്നവൻ വിശ്വസിച്ചു. ചെന്നൈയിൽ നിന്ന് വന്നപ്പോഴേ കാവ്യ പറഞ്ഞിരുന്നു നമുക്ക് സലീമേട്ടനെ കാണാൻ പോകണമെന്ന്. പാലക്കാട് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകേണ്ടി വന്നതിനാൽ സലീമിന്റെ അടുത്തേക്ക് പോകുന്നത് പിറ്റത്തേക്ക് മാറ്റി. അന്ന് രാവിലെ അവൻ ആശുപത്രിയിലായി. പിന്നീട് ഒരിക്കലും സംസാരിക്കാനാകാതെ ICUവിലും. നമ്മുടെ കാത്തിരിപ്പുകളെല്ലാം വെറുതെ ആയിരുന്നു എന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദിലീപ് പറഞ്ഞത്. സലീം കുമാറിന്റെ ചേതനയറ്റ ശരീരത്തെ നോക്കി കൈകൂപ്പി നിന്ന ദിലീപിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മരണം ദിലീപിനെ തളർത്തിയെന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ്. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ സലീം കുമാറിന്റെ തമാശകൾ കേട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ചിരി മറച്ചു പിടിക്കാൻ പ്രയാസപ്പെട്ട ആളാണ് ദിലീപ്. ഇന്നും സിനിമയിൽ ആ രംഗമുണ്ട്. പക്ഷേ ഇപ്പോൾ സലീം കുമാറിന്റെ മൃതദേഹത്തിന് മുന്നിൽ കരച്ചിലടക്കി പിടിക്കാനും മറച്ചുവെക്കാനും ശ്രമിക്കുന്ന ദിലീപിനെ കാണാമായിരുന്നു. സിനിമാ ബന്ധത്തിന് അപ്പുറമായിരുന്നു ദിലീപും സലീം കുമാറുമായുള്ള ബന്ധം. ഒരേ കോളേജിൽ പഠിച്ചവർ. വന്ന വഴിയും സമാനമായ മിമിക്രിയിലൂടെ തന്നെയാണ്. പക്ഷേ സിനിമകളിൽ ദിലീപിനെയും സലീം കുമാറിനെയും അടുപ്പിച്ചത് റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്ത തെങ്കാശിപ്പട്ടണം എന്ന ചിത്രമാണ്.
അതിനുശേഷം ദിലീപിന്റെ ഭാഗമായി മാറുകയായിരുന്നു സലീംകുമാർ. ഇരുവരും ഒന്നിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകൾ തന്നെയായിരുന്നു. ഈ പറക്കും തളിക, സൂത്രധാരൻ, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, ഗ്രാമഫോൺ, CID മൂസ, തിളക്കം, രസികൻ, പാണ്ടിപ്പട, ചെന്ന്, ലയൺ, പച്ചക്കുതിര, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, കാര്യസ്ഥൻ തുടങ്ങി ദിലീപ് ഏറ്റവും ഒടുവിൽ ചെയ്ത ഭഭഭ വരെ സലീംകുമാറിന്റെ സാന്നിധ്യമുണ്ട്. എന്തും പരസ്പരം പങ്കുവയ്ക്കുന്ന ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ഇരുവരും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പിന്തുണ അറിയിച്ച് സലീംകുമാർ രംഗത്തെത്തിയിരുന്നു. ദിലീപിനെ തകർക്കാൻ ശ്രമിച്ചതാണെന്നാണ് സലീംകുമാർ പറഞ്ഞത്. ഞാനത് ചെയ്തിട്ടില്ല എന്ന് ദിലീപ് മക്കളെ പിടിച്ച് സത്യമിടുമ്പോൾ അത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ നടൻ. കൂടെയുള്ളവർ ഓരോരുത്തരായി പോകുമ്പോഴുള്ള ദിലീപിന്റെ അവസ്ഥയും ദയനീയമാണ്. ഇതുപോലെ ഇതിനു മുൻപ് ദിലീപ് വേദന കടിച്ചമർത്തി നിന്നത് ഇന്നസെന്റിന്റെ മൃതദേഹത്തിനു മുന്നിലാണ്. കലാഭവൻ മണിയുടെ മരണവും ദിലീപിന്റെ വ്യക്തി ജീവിതത്തിലും സിനിമാ ജീവിതത്തിലുമുള്ള ഏറ്റവും വലിയ വേദനയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായാണ് നടൻ സലീംകുമാറിന്റെ മരണവാർത്ത എത്തിയത്. കഴിഞ്ഞ ദിവസം അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മലയാളികളെല്ലാം അദ്ദേഹം സുഖം പ്രാപിച്ചു തിരികെ ജീവിതത്തിലേക്ക് വരുന്നതിനായി പ്രാർത്ഥനയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരത്തിന്റെ ജീവൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരുന്നു നിലനിർത്തിയിരുന്നത്. വെറും 56 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പ്രിയ നടന്റെ വിയോഗം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് ശ്രദ്ധ നേടിയതെങ്കിലും സീരിയസ് വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം പിന്നീട് തെളിയിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുഖം നോക്കാതെ വിമർശിച്ച സലീംകുമാറിന്റെ രാഷ്ട്രീയ ഇടപെടലുകളോടുള്ള അമർഷം സഭ്യമല്ലാത്ത രീതിയിൽ പ്രകടിപ്പിച്ചവർക്കെതിരെയാണ് ജോയി മാത്യു രംഗത്തെത്തിയത്. ഈ വിദ്വേഷ രാഷ്ട്രീയം ആഘോഷമാക്കുന്നത് അപരിഷ്കൃത സംഘങ്ങളാണെന്നും തുറന്നു പറഞ്ഞ ജോയി മാത്യു ഇത്തരം സംഘങ്ങളോട് ആ മൃതശരീരത്തെ കുത്തിക്കീറാതിരിക്കൂ എന്ന് ആവശ്യപ്പെടാൻ ശേഷിയുള്ള ഒരു നേതാവ് പോലും പാർട്ടിയിൽ ഇല്ല എന്നും ചൂണ്ടിക്കാട്ടി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ അശ്ലീല രാഷ്ട്രീയം അടുത്ത 5 വർഷം കൊണ്ട് ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടുമെന്നും ജോയി മാത്യു തുറന്നടിച്ചു. അശ്ലീല രാഷ്ട്രീയത്തിന്റെ ചരമഗീതി എന്ന തലക്കെട്ടോടെയാണ് ജോയി മാത്യു തന്റെ പ്രതിഷേധക്കുറിപ്പ് പങ്കുവച്ചത്. സലീംകുമാർ എന്ന അഭിനേതാവിന്റെ മരണം നൽകിയ ദുഃഖത്തേക്കാൾ എന്നെ ഭയപ്പെടുത്തിയത് സംസ്കാരം തൊട്ടു തീണ്ടാത്ത രാഷ്ട്രീയ തിമിരം ബാധിച്ച വിദ്വേഷ രാഷ്ട്രീയം ആഘോഷമാക്കിയ ഒരു അപരിഷ്കൃത സംഘത്തിന്റെ ചരമഗീതങ്ങളാണ്. സലീംകുമാർ ഒരു കോൺഗ്രസുകാരനായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മരണമടഞ്ഞിട്ടും ഈ സാമൂഹ്യ വിഷജന്തുക്കൾ അനാദരവിന്റെ അശ്ലീലം കൊണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ പുതപ്പിക്കുവാൻ ഉത്സാഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവരായും മുഖമുള്ളവരായും പാർട്ടി നേതാക്കളുടെ മോന്തായമോ പാർട്ടി കൊടിയോ ചിഹ്നമോ പ്രൊഫൈലുകളുമായി സൈബർ പോരാളികൾ കോമാളികളാണ് ശരിയായ പദം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അടിമക്കൂട്ടങ്ങളാണ് ഈ മരണോത്സവ നർത്തകർ. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും അവരന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞ മാർക്സിന്റെ അടിവസ്ത്രം അലക്കിയെടുക്കാൻ പോലും അർഹതയില്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനെ എന്ത് പേരിട്ടാണ് നാം വിളിക്കേണ്ടത്? ഇതല്ല നമ്മുടെ സംസ്കാരം. ഒരു മൃതശരീരത്തോട് തന്റെ നടന വൈഭവം കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കലാകാരനോട് ആദരവ് കാണിച്ചില്ലെങ്കിലും ആ മൃതശരീരത്തെ കുത്തി കീറാതിരിക്കൂ എന്ന് പറയാൻ ശേഷിയുള്ള ഒരു പീറ രാഷ്ട്രീയ സാംസ്കാരിക മഹാൻ പോലും ഈ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് നാം ഭയപ്പെടേണ്ട വസ്തുത. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ അശ്ലീല രാഷ്ട്രീയം അടുത്ത 5 വർഷം കൊണ്ട് ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ആശ്വസിക്കാവുന്നത്. മരണോത്സവ നർത്തകരുടെ ചില FB ഇൻസ്റ്റാ പോസ്റ്റുകൾ സാമ്പിളായി ചേർത്തിട്ടുണ്ടെന്നും അടിമകൾ ആഹ്ലാദിക്കട്ടെ എന്നുമായിരുന്നു ജോയി മാത്യു കുറിച്ചത്. You're watching me and you're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.